പാർട്ടിയും മുന്നണിയും ഉയർത്തിക്കാട്ടിയിരുന്ന യുവനേതാവ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അനഭിമതനായി മാറിയ രാഷ്ട്രീയ ദുരന്ത കഥാപാത്രമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ചേർത്തുപിടിച്ചവരും കൂടെ നിന്നവരും പിന്നിൽ നിന്നവരും കൈയൊഴിഞ്ഞതോടെ ഇനി ഒരുപക്ഷെ വിവാദകാണ്ഡം മറികടക്കാനായാൽ അത് രാഹുലിന്റെ മാത്രം അതിജീവനമാകും. ഷാഫി പറമ്പിലിന്റെ മൗനവും വി.ഡി. സതീശന്റെ തള്ളിപ്പറയലും ആ സൂചനകളാണ് നൽകുന്നത്. പാർട്ടിയിലെ സതീശൻ ഷാഫി പവർ ഗ്രൂപ്പിന്റെ പതനത്തോടെ അസ്വസ്ഥരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങളും തൽക്കാലം രാഹുലിനെ കേന്ദ്രീകരിച്ച് മാത്രമാകും. രാഹുലിനെ ആദ്യം പിന്തുണച്ച് രംഗത്തെത്തിയ വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ മലക്കം മറിച്ചിലും പാർട്ടി നിലപാടിന്റെ സൂചനകൾ വ്യക്തമാക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസിൽ രാഹുലിന് പകരക്കാരനെ പ്രതിഷ്ഠിക്കാനുള്ള ഗ്രൂപ്പ് ചരടുവലികളും സജീവമായി. ആദ്യം RDX റാവ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഓരോ മണിക്കൂറിലും എന്നോണം പുതിയ ലൈംഗിക ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കെ സംരക്ഷിക്കാനോ പിന്തുണയ്ക്കാനോ കോൺഗ്രസിൽ നിന്ന് ഒറ്റ ഒരാളുമില്ല. എന്നാൽ വി.കെ. ശ്രീകണ്ഠൻ വ്യത്യസ്തനായി. കോടതി പറയുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെന്നും പരാതി പറഞ്ഞ സ്ത്രീകളെ അധിക്ഷേപിച്ചും ശ്രീകണ്ഠൻ പരാമർശങ്ങൾ നടത്തി. പ്രതിഷേധം ശക്തമായതോടെ പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച് എം.പിയുടെ വിശദീകരണം വന്നു. രാഹുലിനെതിരെ ഇന്നും പുതിയ ആരോപണം ഉയർന്നു. ലൈംഗികത ആവശ്യപ്പെട്ട് പിന്നാലെ നടന്ന് രാഹുൽ നിരന്തരം ശല്യപ്പെടുത്തിയ വിവരം കേരളത്തിന് പുറത്തു ജോലി ചെയ്യുന്ന പെൺകുട്ടി വെളിപ്പെടുത്തി. രാഹുൽ അയച്ച അശ്ലീല സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പെൺകുട്ടി പുറത്തുവിട്ടു. എന്നാൽ രാഹുൽ തൽക്കാലം MLA സ്ഥാനം ഒഴിയണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസും UDF-ഉം. ധാർമ്മികത എന്നൊന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകണമെന്നാണ് CPIM-ന്റെ നിലപാട്. വച്ചു നീട്ടിയാൽ സ്ഥിതി ഇനിയും വഷളാകുമെന്ന വിലയിരുത്തലിൽ അടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. RDX റാപ്പ്, ന്യൂസ് മലയാളം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ ഇന്നും പുറത്തു വന്നു. ലൈംഗിക ഉദ്ദേശത്തോടെ പിറകെ നടന്ന് തുടർച്ചയായി രാഹുൽ ശല്യപ്പെടുത്തിയെന്ന് കേരളത്തിന് പുറത്തുള്ള യുവതി വെളിപ്പെടുത്തി. പ്രണയം വേണ്ട, ലൈംഗികത മതിയെന്ന രാഹുലിന്റെ ചാറ്റും പുറത്തു വന്നു. കാലഘട്ടത്തിലാണ് പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. പുള്ളി എൻ്റെ അടുത്ത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ വഴി മെസ്സേജ് അയക്കുകയായിരുന്നു. അതിനുശേഷം എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് പുള്ളി എനിക്ക് ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാം. എന്താ, ഞാൻ വരുമ്പോൾ കോണ്ടം കൊണ്ടുവരട്ടെ, ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറയുന്നതിന് ശേഷം ഞാൻ വരുമ്പോൾ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരെ കല്യാണത്തിന് എൻ്റെ അടുത്ത് നിർബന്ധിക്കരുത് എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. എല്ലാവർക്കും പറയുന്നവരാണ്. ഐ ഡോണ്ട് കെയർ, ഹൂ കെയർ, പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനിത് പുറത്ത് പറയും എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞ ഇതേ ഡയലോഗ് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിച്ചായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ പരാമർശം. പരാതിക്കാരിയുടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞും സ്വഭാവഹത്യാ സൂചന നൽകിയുമായിരുന്നു ശ്രീകണ്ഠൻ എം.പിയുടെ മോശം പരാമർശങ്ങൾ. നിയമപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതി ഇതുവരെയും രാഹുലിനെതിരായിട്ടില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ്. ഒരിക്കലും അതിന് കൂട്ടുനിൽക്കൽ ഞങ്ങളുടെ ജോലിയല്ല. ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ വെളിപ്പെടുത്തൽ മാത്രമാണ്. ഓരോ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവരുടെ ഗൂഢാലോചന എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണ വിധേയരായ ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട്, എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ. പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. കടുത്ത രോഷവും പ്രതിഷേധവും ഉയർന്നതോടെ പരാമർശം പിൻവലിച്ച ശ്രീകണ്ഠൻ ഖേദം പ്രകടിപ്പിച്ചു. ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നോ സ്ത്രീകളെ മോശമായിട്ട് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പൊതുജീവിതത്തിലില്ല, ജീവിതത്തിലില്ല. അങ്ങനെ ഒരു പരാമർശം തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല, നയമല്ല. പരാതിക്കാരുടെ കൂടെയാണ്, അത് അന്വേഷിക്കും. അവർ നിയമവ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലോ പരാതി കൊടുത്ത് കുറ്റക്കാരാണെന്ന് കണ്ടാൽ ഏത് ഉന്നതനായാലും അവർക്കെതിരായിട്ടുള്ള നടപടിക്ക് ശക്തമായി ഞങ്ങൾ മുമ്പിലും. എല്ലാം മുതിർന്ന നേതാക്കൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു രാഹുലിന്റെ പാലക്കാട്ടെ സഹചാരിയും സഹപ്രവർത്തകനുമായ V.T. ബൽറാം. നിലപാട് പറയാനുള്ള നേതൃത്വം അവർ പറയും, നിങ്ങളെ അറിയിക്കും. സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഭാഗത്തും ഞാൻ ഇപ്പം പറയുന്നത് MLA സ്ഥാനത്ത് തുടരുന്നത് ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ മാത്രമല്ല തെളിവുകൾ കൂടി പുറത്തുവരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ധാർമ്മികതയനുസരിച്ച് തീരുമാനിക്കട്ടെ എന്ന മുൻനിലപാട് വിട്ട് CPIM ഇന്ന് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടു.
ഇത്ര ഗുരുതരമായ തെളിവുകളോടുകൂടി വന്ന ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല, തെളിവുകളോടുകൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇത് പൂർണ്ണമായ തെളിവാണ്, തെളിവ് ജനങ്ങളുടെ മുമ്പിലാണ്. അതിനെ മൂടി വെച്ചുകൊണ്ട് എന്തെല്ലാം വിശദീകരിച്ചാലും ആ വിശദീകരണത്തിന് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. സൈബർ ആക്രമണമാണ് രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകൾക്കെതിരെ നടന്നത്. അതിഹീനമായ സൈബർ ആക്രമണമെന്ന് നിസ്സംശയം പറയാം. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ പോസ്റ്റുകളും കമന്റുകളുമായി കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകൾ രംഗത്തെത്തി. പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ സൈബർ ആക്രമണത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേട്ടക്കാരനൊപ്പമുള്ളവർ കൂട്ട ആക്രമണം നടത്തുന്നു, മാനസിക നില താളം തെറ്റിയെന്ന് ട്രാൻസ്വുമൻ അവന്തിക പറഞ്ഞു. ടി സിദ്ദിഖിന്റെ ഭാര്യ ഷറഫുന്നീസയ്ക്കെതിരെ ഇടത് സൈബർ ആക്രമണമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പമുള്ള ഫോട്ടോ വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവഹേളനമുണ്ടായി. അശ്ലീല പ്രചാരണത്തിനെതിരെ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. വർഷങ്ങളായി വേട്ടയാടൽ തുടരുകയാണെന്നും ഷറഫുന്നീസ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. രാഹുലിന്റെ രാജിവാർത്ത വന്ന പത്രക്കടലാസുകളിൽ പൊതിച്ചോറ് വിതരണം നടത്തുകയായിരുന്നു ഡിവൈഎഫ്ഐ ഇന്ന് ചെയ്തത്. സർക്കാർ ആശുപത്രികളിലെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തെ രാഹുൽ അവഹേളിച്ചിരുന്നു. പൊതിച്ചോറ് വിതരണത്തിന്റെ മറവിൽ അനാശാസ്യം നടത്തുന്നു എന്നായിരുന്നു അവഹേളനം. കാലത്തിന്റെ കാവ്യനീതി എന്ന് പൊതിച്ചോറ് ചിത്രങ്ങൾക്കൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഡിവൈഎഫ്ഐ ഇന്ന് പ്രചാരണം നടത്തി. ലൈംഗികാരോപണ പ്രവാഹം തുടരുന്നതോടെ പുറത്തു വെളിപ്പെടാതെ രാഹുൽ ഇന്നും വീട്ടിൽ തന്നെ അടച്ചിരുന്നു. അടൂരിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും തുടർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളിൽ നിന്ന് തലപൊക്കാനാകാതെ കോൺഗ്രസും ഇന്ന് നിശബ്ദത പാലിച്ചു. MLA സ്ഥാനം രാജിവെച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വന്നിട്ടുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് നൽകാൻ ധാരണയായി എന്ന സൂചനകൾ ഇതിനിടെ വരുന്നുണ്ട്. JS അഖിലിനെയും KM അഭിജിത്തിന്റെയും പേര് നിർദ്ദേശിച്ച് ബെന്നി ബെഹനാനും വിഷ്ണുനാഥും രംഗത്തെത്തിയിട്ടുണ്ട്. അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് നീട്ടിക്കൊണ്ടുപോയാൽ സാഹചര്യം വഷളാകുമെന്നാണ് വിലയിരുത്തൽ. അബിൻ വർക്കി, ബിനു ചുള്ളിയിൽ എന്നിവരുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. അബിൻ വർക്കിക്ക് പരിഗണിക്കാതിരിക്കാൻ സാമുദായിക സന്തുലനം ഒരു കാരണമായി വരും എന്നൊക്കെയുള്ള ചർച്ചകളും കേട്ടു. KPCC, KSU, മഹിളാ കോൺഗ്രസ് തലപ്പത്തെല്ലാം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കടുത്ത പോരാണ് ഇതിനിടെ നടന്നത്. രാഹുലിനെ ഒറ്റിക്കൊടുത്തു, തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിനാഴമേറും എന്നൊക്കെ പറയുന്നുണ്ട്. കഥ മെനയലും കസേര നേടാൻ പോസ്റ്റർ വിപ്ലവവും തുടരട്ടെ എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു. ഇതോടെ ദേശീയ നേതൃത്വം ഇടപെട്ടു. വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കുകയും ചെയ്തിട്ടുണ്ട്. സനീഷ്, ഇതൊക്കെയാണ് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് ഇന്ന് അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണമായി നമ്മൾ കണ്ടത് VK ശ്രീകണ്ഠൻ MP-യുടെ പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ പരാതി ഉന്നയിച്ച ആളുടെ രീതി, നടപ്പ്, കെട്ടിപ്പിടുത്തം, ഫോട്ടോ ഇതൊക്കെ കണ്ടില്ലേ എന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ പത്മജ വേണുഗോപാൽ പറഞ്ഞതുപോലെ ഒരിക്കലും VK ശ്രീകണ്ഠനിൽ നിന്ന് അങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നെനിക്കറിയില്ല. പക്ഷേ അങ്ങനെ വളരെ സ്വാഭാവികമായി അദ്ദേഹത്തിൽ നിന്ന് വന്നതാണെങ്കിൽ അത് വളരെ സങ്കടകരമാണ്. നിശ്ചയമായിട്ടും അതാണെന്ന് ഈ ഞെട്ടൽ തന്നെയാണ് എനിക്കുണ്ടായത്. VK ശ്രീകണ്ഠനിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിച്ചില്ല. അർദ്ധനഗ്നകളായിട്ട് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ കണ്ടില്ലേ എന്നാണ് പത്രക്കാരോട് ചോദിച്ചത്. ഞാൻ കണ്ടില്ല. ഞാൻ ഇതുവരെ ഒരു പരാതിക്കാരെയും അർദ്ധനഗ്നങ്ങളായിട്ട് ഏതെങ്കിലും മന്ത്രിമാരുടെ കൂടിയോ അല്ലാതെയോ കണ്ടിട്ടേ ഇല്ല. അതെങ്ങനെയാണ് VK ശ്രീകണ്ഠൻ്റെ മനസ്സിൽ നിന്ന് ചാടി വന്നത് എന്നതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷേ അദ്ദേഹമായതുകൊണ്ട് അത്ഭുതമുണ്ടെങ്കിലും കോൺഗ്രസ്സുകാർ ഇത് പറയുമെന്ന കാര്യത്തിൽ എനിക്ക് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ, ഉമാ തോമസ്, വളരെ പ്രായവും പക്വതയുമുള്ള മുതിർന്ന ഒരു വനിതാ നേതാവ്, ആദ്യ പ്രതികരണത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ആ ശബ്ദത്തിലൊരു എഡിറ്റിംഗ് ശബ്ദം കേൾക്കുന്നത് എന്ന സംശയം ആരും മുന്നോട്ട് വെച്ചല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ, അവരുടെ സഹപ്രവർത്തകനെ ഇത്രമേൽ വഷളായ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നതിന് വേണ്ടി വെമ്പുന്ന മനസ്സുള്ള കുറേയേറെ നേതാക്കൾ ഇപ്പോഴുണ്ട് കോൺഗ്രസിനകത്ത്. അതുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട ഇത് ആകപ്പാടെ കുഴപ്പം പിടിച്ചൊരു സാഹചര്യം ആയതുകൊണ്ട് ഇവരെ എല്ലാവരും എതിർക്കുകയാണ് എന്നല്ല, ഒരിക്കലും അല്ല. ഈ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ആ വെമ്പുന്ന മനസ്സിനെ അടക്കി പിടിക്കുകയാണ് പലരും. അപ്പോൾ തുളുമ്പിപ്പോകുന്നതാണ് VK ശ്രീകണ്ഠൻ്റെയും ഉമാ തോമസിൻ്റെയും ഒക്കെ ഇത്തരം ചെറിയ ചില വർത്തമാനങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുളുമ്പുന്നതൊക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ കൺസെൻഷ്വൽ ആയിട്ടുള്ള കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്, അപ്പുറത്തുള്ള ആളുകൾ അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. അത് മനസ്സിലാവാത്ത ആൾ, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂർ തിരിയാത്തവർക്ക് തൊട്ടിൽ കയറിയാലും തിരിയില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ മനസ്സിലാവാത്തവർക്ക് എങ്ങനെയാലും മനസ്സിലാവില്ല. അതുകൊണ്ട് ആ ആളുകൾ ഇനിയും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇതിലിപ്പം അടുത്തായിട്ട് പറയാൻ പോകുന്നതും ഈ നമ്മൾ പറയുന്നത് നമ്മളെ ചീത്ത വിളിക്കാനായിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഈ രാജി ആവശ്യം കേരളത്തിൻ്റെ പൊതുവികാരം എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്
പൂർണ്ണമായിട്ടും ശരിയാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതെനിക്ക് പറയുന്നതിലും മടിയൊന്നുമില്ല. കാരണം അതൊരു കേരളത്തിൻ്റെ പൊതുവികാരമാണ്. എന്തുകൊണ്ടാണ്? അതായത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ കക്ഷി ഈ MLA സ്ഥാനത്ത് തുടരുക എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ആ MLA സ്ഥാനത്ത് അയാൾ തുടരുക എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ എന്ന് വെച്ചാൽ സെൻസിബിളായിട്ടുള്ള ഇദ്ദേഹത്തെ എല്ലാവരെയും പോലെ ഇങ്ങനെ അയാളെ പിന്തുണക്കാനായിട്ട് വിതുമ്പുന്ന മനസ്സില്ലാത്ത കോൺഗ്രസ്സുകാർ, വനിതകളും പുരുഷന്മാരുമായിട്ടുള്ള ആളുകൾ ഒന്ന് ചെറുപ്പക്കാരും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എങ്ങനെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുക. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവർ ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കണ്ടേ. മുകേഷ് MLA ഇല്ലേ, മുകേഷ് MLA മാത്രമല്ല, ഈ ഭാഗത്താണെങ്കിൽ തന്നെയും വിൻസെൻ്റ് MLAക്കെതിരെ ഇത് സമാനമായ ആരോപണമുണ്ട്. അദ്ദേഹം കേസ് നേരിടുക മറ്റോ ചെയ്യുകയാണല്ലോ. എൽദോസ് കുന്നപ്പള്ളി സമാനമായ ആരോപണമുണ്ട്. ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ഈ സംഭവം എന്നിവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. ഇത് ഹാബിച്വൽ ഒഫൻഡർ എന്നാണ് റിനി ആദ്യ ദിവസം തന്നെ വന്നിട്ട് ഇയാളെ വിശേഷിപ്പിച്ചത്. കറക്റ്റാണല്ലോ, ഹാബിച്വൽ ഒഫൻഡർ. ഇപ്പോൾ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം ലൈംഗിക വികാരമില്ലാതെ ഈ ബ്രഹ്മചര്യം സൂക്ഷിക്കുന്ന സന്യാസികളായിട്ട് ജീവിക്കുന്നു എന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? അല്ല. ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളെ SFIയിൽ, KSUവിൽ, ABVPയിൽ, DYFIയിൽ, യൂത്ത് കോൺഗ്രസ്സിൽ, യുവമോർച്ചയിൽ, മുതിർന്ന പാർട്ടികൾക്കകത്താണെങ്കിലും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട്. ലൈംഗിക വികാരമുള്ള ആളുകളുണ്ട്. ഇതര ലിംഗത്തിൽപ്പെട്ട ആളുകളോട് ലൈംഗിക ചിന്തയുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ആ ചിന്ത പ്രകടിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. സഹജമാണത്, മനുഷ്യർക്കിടയിൽ സഹജമാണത്. അങ്ങനെയാണല്ലോ മനുഷ്യവംശം മുന്നോട്ട് പോകുന്നത്, അല്ലേ? ഇത് ആകപ്പാടെ ആരും നടത്താത്തൊരു കാര്യമൊന്നുമല്ലല്ലോ. പക്ഷേ എങ്ങനെയാണ് ഇയാൾ വേറിട്ട് നിൽക്കുന്നത്? ഇയാൾ വേറിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പൊതുസമൂഹത്തിന് കേരളത്തിന് ആകപ്പാടെ ബോധ്യപ്പെട്ടു. അതായത് ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്. ഇയാൾ സകലമാന ആളുകളെയും, മുന്നിലെത്തുന്ന ആളുകളെയും ഇങ്ങനെ മോശമായിട്ട് ഉപദ്രവിക്കുകയാണ്. ഇയാൾ പ്രായവ്യത്യാസമില്ലാതെ നേതാക്കളുടെ ഭാര്യ, കുട്ടികൾ എന്നില്ലാതെ ആളുകൾക്ക് മെസ്സേജ് അയക്കുകയാണ് എന്നാണ് റിനി. അത് അവിശ്വസിക്കേണ്ടുന്ന കാര്യം എന്താണ്? നമ്മുടെ മുമ്പിലേക്ക് തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് വരികയല്ലേ. കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ആൾ പറയുന്നുണ്ടല്ലോ, ഇനി 3 വീഡിയോ കിട്ടാനുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അത്രേ. എന്ന് വെച്ചാൽ ഇത് പല ഭാഗത്തുനിന്നായിട്ട് നമ്മളും പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ആ പല ഭാഗത്തു നിന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ ഇയാൾ ഈ സംഗതികളിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് അയാളെ ഈ പറയുന്ന റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളില്ലാത്ത ആളുകളൊന്നുമല്ല ഈ ചെറുപ്പക്കാരും. റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്, കുറേയേറെ ആളുകൾ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ സംഗതികളിൽ നിന്നെല്ലാം ഇയാൾ മാറി നിൽക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കാണണം. ഇയാൾ ചെയ്തിരിക്കുന്ന തെറ്റ് വളരെ വലുതാണ് എന്ന് നമ്മൾ കാണണം. ഇത് പൊതുസേവകനായിട്ട് തുടരാനാകുന്ന മാനസികതയിലാണോ ഇയാൾ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരളമാകെ തന്നെ അതിനകത്ത് ഒരു കാര്യം കൊണ്ടുണ്ട് ഹർഷ. അതായത് എങ്ങനെയാണ് ഇയാൾ ചെയ്യുന്നത്? ഇയാൾ ചെയ്യുന്ന അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള അധികാരവും MLA എന്ന അധികാരവും രാഷ്ട്രീയ നേതാവ്, ചെറുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് അയാളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന സീമാതീതമായിട്ടുള്ള അധികാരമാണ് ഇയാളെ ഇതിലേക്ക് ഹാബിച്വൽ ഒഫൻഡർ ആകാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നത്. എന്താണ് ആ അധികാരത്തെ അയാളിൽ നിന്ന് മൈനസ് ചെയ്ത് കളയുക എന്നത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടതാണ്, കോൺഗ്രസ് ചെയ്യേണ്ടതാണ്. ആ അധികാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം എന്ന അധികാരം മൈനസ് ചെയ്തിട്ടുണ്ട്. ഈ MLA സ്ഥാനവും കൂടെ മൈനസ് ചെയ്ത് കളയണം. അയാളെ ആ അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് അയാളെ ഈ കുഴപ്പങ്ങൾ പരിഹരിക്കുന്നത് വരെയും അവരുടെ നേതാക്കന്മാരുടെയും കസ്റ്റഡിയിൽ വെച്ചിട്ട് അതിന് വേണ്ട എന്തെങ്കിലും സൗകര്യങ്ങൾ വേണമെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു കൊടുത്തതിന് ശേഷം അയാളെ രാഷ്ട്രീയ ഫോൾഡിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ ആലോചിക്കേണ്ടത്. അല്ലാതെ ഇയാളെ സംരക്ഷിക്കാനുള്ള ഉള്ളിലെ വിതുമ്പലും മറ്റും പ്രകടിപ്പിക്കുന്നത് അവർക്ക് മാത്രമല്ല, ഈ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിനും രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റി പൊതുസമൂഹത്തിൽ ആകപ്പാടെയുള്ള ഒരു ആലോചനയ്ക്കും അവരോടുള്ള ആദരവിനുമൊക്കെ ക്ഷീണം പറ്റും എന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ടതാണ്. ഞാൻ കരുതുന്നത് കോൺഗ്രസിനകത്ത് നിന്ന് കൂടുതൽ ശബ്ദങ്ങൾ ഇയാൾക്ക് വേണ്ടി വരും ദിവസങ്ങളിലെന്നാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ പുറത്താണ്, അയാൾ വരുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. VT ബൽറാം ഒന്നും മിണ്ടിയിട്ടില്ല. ഷാഫി പറമ്പിൽ വന്ന് ക്യാമറകൾക്ക് മുമ്പിൽ സംസാരിച്ചാൽ ഞാൻ വിചാരിക്കുന്ന ഒരു 80% ഇയാൾ അനുകൂലിച്ച് പറയാനേ സാധ്യതയുള്ളൂ എന്നാണ്. ആദ്യത്തെ ബഹളം ഒന്ന് ഒതുങ്ങട്ടെ, അതിനുശേഷം കേരളത്തിലേക്ക് വന്നിറങ്ങി ക്യാമറകൾക്ക് മുമ്പിലേക്ക് വന്നാൽ ആദ്യത്തെ ബഹളം ഒതുങ്ങുന്നു. 1-2 ചെറിയ നേതാക്കൾ വന്നിട്ട് ഇങ്ങനെ ചെറിയ ചില പരാമർശങ്ങൾ നടത്തുന്നു, ചില ബദൽ കാര്യങ്ങൾ, നെറേറ്റീവുകൾ മുന്നിലേക്ക് വെക്കുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയുള്ള ആളുകൾ ഈ ബദൽ നെറേറ്റീവിനെ വളരെ ശക്തിയാക്കി ഒന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ പതുക്കെ കേരളത്തിലേക്ക് വന്നിട്ട് ക്യാമറകൾക്ക് മുന്നിൽ നിന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വർത്തമാനം പറയാനാണ് ഷാഫി പറമ്പിൽ പുറത്തു നിൽക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അങ്ങനെ വേണമോ? ആ ശബ്ദത്തിനാണോ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ബലം വരേണ്ടത് എന്ന് അവർ തന്നെ ആലോചിച്ചുകൊള്ളട്ടെ. ഞാൻ വിചാരിക്കുന്നില്ല MLA സ്ഥാനം ഇയാൾ ഒഴിയുമെന്ന്.
പൊതുജനത്തിനാകെ തന്നെയും ഗോവിന്ദമാഷ് പറഞ്ഞതുപോലെ ഇയാൾ മാറണം, അതേ മുകേഷിനെയും എൽദോസ് കുന്നപ്പള്ളിയെയും വിൻസെന്റിനെയും പോലെയൊന്നുമല്ല ഈ സംഗതി എന്ന ഒരു തോന്നൽ പൊതുജനത്തിനാകെ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആരും ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അവിടെ MLA ഇല്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പല കാരണങ്ങൾക്കുണ്ട്. അവിടെ യുവമോർച്ചക്ക് പോലെ BJPക്കാർക്ക് ഇപ്പോൾ അവിടെ ഒരാൾ മാറിയിട്ട് അവിടെ മത്സരിക്കണോ? വേണ്ട. CPM അവിടെ മാറിയിട്ട് മത്സരിക്കണോ? അതിനൊന്നും അവർക്ക് വയ്യ. ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് പോകണം, മറ്റൊരു ഇലക്ഷനിലേക്ക് പോകണം, അവിടെ MLA ഇല്ലാത്തൊരു സാഹചര്യം വേണ്ട. പരമാവധി അയാൾ തന്നെ ഇരുന്നിട്ട് അത് കുറച്ച് കുഴപ്പത്തിലേക്ക് പോട്ടെ, എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന എതിരാളികൾ വിചാരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ അത് കോൺഗ്രസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇമേജ് കുതിച്ചു മുകളിലേക്ക് നിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും സനീഷ് നേരത്തെ പറഞ്ഞ നമ്മൾ ഈ VK ശ്രീകണ്ഠൻ്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയുടെ മാത്രം പ്രസ്താവനയായി ഞാനും കാണുന്നില്ല. അത് കോൺഗ്രസിൽ പല ഇടത്തു നിന്ന്, ഇതിപ്പോൾ ഇന്നലെ കോൺഗ്രസ്സുകാർക്ക് എന്താണ് സംസാരിക്കാനുണ്ടാവുക, ഈ ഒരൊറ്റ വിഷയമായിരിക്കും സംസാരിക്കാനുണ്ടാവുക. പല തലത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ പോലും ആ മട്ടിൽ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ടതാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങളും എല്ലാം ആ നിലയ്ക്ക് തന്നെയാണ്. കാരണം ഞാനൊരു കാര്യം പറയാം, ഈ ആദ്യത്തെ റിനിയുടെ വെളിപ്പെടുത്തലിന് ശേഷം സോഷ്യൽ മീഡിയയിൽ റിനിക്കെതിരെ നടന്ന സൈബർ ആക്രമണം സമ്പൂർണ്ണമായും കേന്ദ്രീകരിച്ചത് ഇത് 2 ചിത്രങ്ങളിൽ നിന്നാണ്. എന്താണെന്നറിയോ? ഒന്ന്, റിനി മിനിസ്റ്റർ P. രാജീവിൻ്റെ കൂടെ നിൽക്കുന്നു, മറ്റൊന്ന് MP രാജേഷിൻ്റെ കൂടെ നിൽക്കുന്നു. ഇവർക്കൊപ്പം ഏതോ ഒരു ചടങ്ങിൽ നിൽക്കുന്ന ചിത്രം മാത്രം. ആ ചിത്രം വെച്ചുകൊണ്ടുള്ള വ്യാപകമായ അണിഭാസ്കറിൻ്റെ പടവും ആ രീതിയിലാണ്. അല്ല, പക്ഷേ ഈ ആരോപണം പ്രധാനമായും ഉന്നയിച്ച ആദ്യം ഒരു വിസിൽ ബ്ലോവറായി വന്നത് റിനിയാണ്. റിനിക്കെതിരെയുള്ള ആക്രമണം ആ സ്വഭാവത്തിലുള്ളതായിരുന്നു. സനീഷ് ഒന്ന് നോക്ക്, ആ റിനി ആരാണ്? VD സതീശൻ റിനി ആരാണെന്നാണ് പറഞ്ഞത്. എൻ്റെ മകളെ പോലെയാണ്, എനിക്ക് അത്രയ്ക്ക് കുടുംബബന്ധമുള്ള ആളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞയാളാണ്. ആ പറഞ്ഞതിന് ശേഷവും നടക്കുന്ന ആക്രമണത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. മാത്രമല്ല ആ ബാക്കിയുള്ള ഈ റിനി മറ്റാർക്കെല്ലാം ഒപ്പമാണ് ഇത്തരം ചടങ്ങുകളിലൊക്കെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ തന്നെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ ചിത്രങ്ങളിൽ VT ബൽറാമുണ്ട്, റോജി M. ജോണുണ്ട്, VD സതീശൻ തന്നെയുണ്ട്, K. സുധാകരനുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, എല്ലാ നേതാക്കളും. മാത്രമല്ല തുറന്നു പറയുന്നുണ്ട്, ഞാൻ കോൺഗ്രസ് അനുകൂലിയാണ്, മാത്രമല്ല ആ പ്രസ്ഥാനത്തോട് എനിക്ക് അത്രമേൽ സ്നേഹമുണ്ട്, അതൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരാളാണ് എന്നത് കൃത്യമായി പറയുന്നുണ്ട്. ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ ചിത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴാണ് സമാന്തരമായി ഇങ്ങനെ വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൈബർ ആക്രമണം നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും കരുത്ത് ചോർന്നിട്ടല്ല, കരുത്ത് ആർജിച്ചുകൊണ്ട്, അതായത് നിശബ്ദനായി വീട്ടിലിരിക്കുകയാണെങ്കിലും അവിടെ ഇരുന്ന് ഈ പണിക്ക് വേണ്ട കാര്യങ്ങൾ ഒപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇന്നലത്തെ പ്രതികരണം ശ്രദ്ധിച്ചോ? അത് നല്ല നടനാണ്, ആ ധീരത അഭിനയിക്കാൻ വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിച്ച ഘട്ടത്തിലെല്ലാം പൂർണ്ണമായി മാധ്യമപ്രവർത്തകർ എന്തോ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പരാതി മാത്രമാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അതാണോ സംഭവിച്ചത്? ഇങ്ങനെ നീട്ടിപ്പരത്തി ആ രാജിപ്രഖ്യാപനം ഏതാണ്ട് സ്വയം നടത്തുന്നത് പോലെ പ്രഖ്യാപിക്കുകയും നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരത്തിലേക്ക് വരാമെന്ന് 25 തവണ പറഞ്ഞതിന് ശേഷം അതിന് ആനുകൂല്യം കൊടുക്കുന്ന പോലെയാണ്. അതെ, അവർക്ക് ഇത് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചിട്ട് മുങ്ങിക്കളഞ്ഞു. അതിനൊരു മറുപടി കൃത്യമായി ഒരു മാധ്യമപ്രവർത്തകന്റെ ഒറ്റ ചോദ്യം ധൈര്യപൂർവ്വം നേരിടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ആ ഇമേജ് അല്ല കൊടുക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഷാഫി ഈ കാര്യത്തിൽ ഇങ്ങനെ നിശബ്ദനായിരിക്കാനുള്ള അവകാശം ഷാഫിക്കില്ലെന്നേ ഇല്ല. ഇപ്പോൾ VD സതീശൻ വന്ന് പ്രതികരിച്ചു, ഗംഭീരമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു, നടപടിയും എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഇങ്ങനെ ഒരു ശരീരഭാഷയോടെ VD സതീശൻ അടുത്ത കാലത്തൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. വളരെ അഗ്രസീവായി ഷാർപ്പായി കാര്യങ്ങൾ സംസാരിക്കുന്ന സതീശനെയാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത്. മാധ്യമങ്ങളെ ആ നിലയ്ക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു സതീശനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. ആ നിലയ്ക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ബഹുമാനം ഉണ്ടാക്കിയത് തീർച്ചയായും ഈ സതീശൻ തന്നെയാണ് കൈപിടിച്ചുയർത്തിയെങ്കിലും ഇന്നലത്തെ സതീശന്റെ പ്രതികരണം നമുക്ക് തീർച്ചയായും കൊള്ളാം എന്ന് തോന്നുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇന്നലെ സതീശൻ നടത്തിയത്. പക്ഷേ അങ്ങനെയല്ല, ഷാഫി പറമ്പിൽ നേരെ ബീഹാറിന് പോയി കളഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചു വന്ന് ഉള്ള പ്രതികരണം ഞാനും വിശ്വസിക്കുന്നത് ഒരു സംശയവും വേണ്ട, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാഹുലിനെ ന്യായീകരിക്കുന്നതായിരിക്കും. ഒരു പരാതിയില്ലല്ലോ എന്നാണ് പറയുന്നത്. പരാതിയില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? പരാതി ഉണ്ട് എന്ന്
അതായത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിന്മേൽ ഒരു അച്ഛൻ്റെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞ കാര്യത്തിലാണ് ഒരു പരാതിയില്ല, ആർക്കും ഒരു പരാതിയില്ല. നിയമപരമായ നടപടി ഉണ്ടായാൽ മാത്രമേ ഇക്കാര്യങ്ങൾ നിലനിൽക്കൂ എന്ന് പറയുന്നതും ശരിയല്ല. ആത്യന്തികമായി കോൺഗ്രസിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊരു ബാധ്യതയാണ്, ആ കാര്യത്തിലൊരു നടപടിയാണ് ഇനി അങ്ങോട്ട് ഉണ്ടാവേണ്ടതെന്ന കാര്യത്തിൽ നമുക്കും തർക്കമൊന്നുമില്ല. പുറത്തിറങ്ങാതെ മുഖം പുറത്ത് കാണിക്കാതെ അടൂരിലെ വീട്ടിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട്ടെ അയാളുടെ MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധത്തിൻ്റെ തീ കത്തിയാളുകയാണ്. എത്ര നാൾ ഇയാൾ ഇങ്ങനെ കഥ കടച്ചൊളിച്ചിരിക്കും? പാലക്കാട് തിരിച്ചെത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തക്കതായ സ്വീകരണം ഒരുക്കുന്നുണ്ട് എന്നാണ് DYFI അടക്കം യുവജന സംഘടനകളുടെ മുന്നറിയിപ്പ്. ഇതിനെല്ലാം ഇടയിലും പുതിയ പുതിയ പീഡന പരാതികളും വെളിപ്പെടുത്തലുകളും അവയുടെ ഡിജിറ്റൽ തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷത്തിൽ താഴെ മാത്രം ബാക്കിയിരിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത സമരപരിപാടികളും പ്രചാരണവും സംഘടിപ്പിക്കേണ്ട സമയമാണിപ്പോൾ പ്രതിപക്ഷത്തിന്. ഒറ്റയാളുടെ നടപടി ദൂഷ്യം കൊണ്ട് ഒരു പാർട്ടിയും മുന്നണിയും ഒട്ടാകെ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഇതിനു മുൻപ് കേരള രാഷ്ട്രീയം അധികമൊന്നും കണ്ടിട്ടില്ല. സാഹചര്യം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് കോൺഗ്രസിന് UDF നേതൃത്വത്തിന് ഉചിതമായ തീരുമാനങ്ങളിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു. അവർ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യമാണ്. ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും പോരാടുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി അവർ തയ്യാറെടുക്കും എന്നും പ്രതീക്ഷിക്കുന്നു.